വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു റാങ്ക് ഫെയിൽ പഠിച്ചാൽ ജോലി കിട്ടുമോ ടീച്ചറെ? ഞാനൊരു റാങ്ക് ഫെയിൽ വാങ്ങിയിട്ടുണ്ട്. ആ റാങ്ക് ഫെയിൽ മുഴുവൻ പഠിച്ച് ഞാൻ എന്താ പറയാ പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ജോലി ഉറപ്പാകുമോ? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പല കുട്ടികളും ചോദിക്കാറുണ്ട്. അപ്പൊ അതിനുള്ളൊരു ഉത്തരാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പൊ 2018 മുമ്പാണെന്ന് വിചാരിക്കും. 2018 മുമ്പുള്ള കാലഘട്ടമാണെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല റാങ്ക് ഫെയിൽ വാങ്ങി കൃത്യമായി പഠിച്ച് അത് എന്താ പറയാ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഫോളോ ചെയ്ത് പോകുന്ന ധാരാളം കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷെ 2018 ശേഷമുള്ള കാലഘട്ടം ആകെ മാറി. സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. SCRT NCRT പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ധാരാളം അതിനെ മാത്രം ആശ്രയിച്ച് PSC പരീക്ഷ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടാനായിട്ട് തുടങ്ങി. അപ്പൊ ഒക്കെ നമ്മള് എന്താ പറയുന്നത്, ഒരു റാങ്ക് ഫെയിലിനെ മാത്രം ആശ്രയിച്ചാൽ ജോലി നേടാൻ പറ്റൂ എന്നുള്ളത് സംശയമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇനി ഞാൻ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ പരിചയമുള്ള ഒരു കുട്ടി. ആ കുട്ടി കഴിഞ്ഞ LDC മെയിൻസ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അതായത് ഒന്നര വർഷത്തിലധികമായിട്ട് കൃത്യമായിട്ട് ട്യൂഷൻ എടുക്കാൻ ട്യൂഷൻ സെന്ററിൽ പോവാറുണ്ട്. തൊട്ട് തന്നെ ഒരു ലൈബ്രറി വായനശാലയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഡെയിലി പേപ്പർ വായിക്കാറുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രം 5 മുതൽ 9 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എടുക്കാറുണ്ട് കേട്ടോ. 10 ക്ലാസ്സിലുള്ള കുട്ടികൾക്കില്ല. അത്രയും ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് എന്തെടുക്കാറുണ്ട്, ട്യൂഷൻ എടുക്കാറുണ്ട്. പല സബ്ജക്റ്റുകൾ മാറി മാറി ചെറിയ ട്യൂഷൻ സെന്റർ ആകുമ്പോൾ എല്ലാ സബ്ജക്റ്റുകളും എടുക്കും. വലിയ ട്യൂഷൻ സെന്ററുകളൊന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് 61 മാർക്ക് എന്തിലും നേടാൻ പറ്റി എന്നുള്ളതാണ്. അതായത് LDC മെയിൻസിന് നേടാൻ പറ്റി എന്നുള്ളതാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്നും അപ്പോ ഇത്തരം ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള ചില അഭിപ്രായങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പൊ LGS എക്സാം ആണെന്ന് വിചാരിക്കും. ഇപ്പൊ LGS ഉണ്ട്, അതുപോലെ LDC ഉണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി ലെവലും. മെയിൻ ആയിട്ട് 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പരീക്ഷകളെ തിരിക്കുക. LGS എക്സാം ആണെങ്കിൽ ഒട്ടുമുക്കാൽ ഭാഗം LGS എക്സാമിനും നമ്മള് വരുന്നത് SCRT പാഠഭാഗങ്ങളാണ്. ഒട്ടുമുക്കാൽ ഭാഗം SCRTയുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് ഇതിൽ വരാറ്, യാതൊരു വിധ സംശയവും ഇല്ല. അപ്പൊ SCRT ബുക്കുകളിൽ നിന്നുള്ളത് വരും. പിന്നെ പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്താ പറയാ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക, കറണ്ട് അഫയേഴ്സ് പഠിക്കുക, മാത്സ് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ LGSന് നമുക്ക് നല്ല റാങ്കിൽ നേടാൻ പറ്റും. പിന്നെ ചില കുട്ടികൾക്ക് നമുക്ക് എന്താണെങ്കിൽ നമ്മളിപ്പോ SCRT പഠിച്ചു, അല്ലെങ്കിൽ SCRT പാഠഭാഗങ്ങൾ 5 തൊട്ട് 10 വരെയുള്ളത് പഠിച്ചു. പക്ഷെ എന്താണെങ്കിൽ നമ്മൾ ഓരോ സബ്ജക്ട് എടുക്കുമ്പോൾ സയൻസ് 5 തൊട്ട് 10 വരെ ഉണ്ട്, അല്ലെങ്കിൽ ജോഗ്രഫി ഉണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള എന്താ പറയാ ഒരു ഓർഡർ ഇല്ല അല്ലെ. ഒരു നമ്മൾക്ക് നമ്മളതൊക്കെ നോട്ട് എഴുതി തയ്യാറാക്കണമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊരു ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല, കൃത്യമായിട്ടുള്ള ഒരു ഇൻഡെക്സ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യം അത് ആ ഒരു ഓർഡറിനും ഇൻഡെക്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റെഫറൻസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റാങ്ക് ഫയൽ സെലക്ട് ചെയ്യാം. അപ്പോൾ സയൻസിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ ജോഗ്രഫിയിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കുകൾ, അങ്ങനെ നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം, ഒരു റാങ്ക് ഫയൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിന് നല്ല റാങ്ക് ഫയലുകൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നോക്കാൻ പാടില്ല എന്നുള്ളതല്ല, അതിന് ഉപയോഗിക്കാൻ പറ്റും, സംശയമില്ല. ഇനി LDC ആണെങ്കിൽ SCRT മാത്രം പഠിച്ചാൽ പറ്റില്ലേ മക്കളെ, ജോലി കിട്ടില്ല. നമ്മൾ SCRT പഠിക്കണം, NCRT പാഠഭാഗങ്ങൾ പഠിക്കണം, അതുപോലെ തന്നെ PYQ നമ്മൾ നോക്കണം. പ്ലസ് നമുക്കറിയാം ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ മാത്സ് ഉണ്ട്, മലയാളം ഉണ്ട്. ഇനി SCRT തന്നെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്കൊക്കെ വന്നപ്പോൾ SCRT പാഠഭാഗങ്ങൾ മാത്രമല്ല, കുറച്ചും കൂടി വിശദമായിട്ടുള്ള പഠനങ്ങൾ നമ്മൾ നടത്തണം. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്കറിയാം, ലക്ഷ്മികാന്തിന്റെ ബുക്ക് പോലുള്ള പുസ്തകങ്ങൾ. ഇപ്പോൾ അത് ഡിഗ്രി ലെവലായാലും അങ്ങനെ തന്നെയാണ് അല്ലെ. LDC മാത്രമല്ല, ഡിഗ്രി ലെവലിനാണ് അത് മസ്റ്റ് ആയിട്ടുള്ളത്. എന്താണ് നമ്മുടെ ഈ ശ്രീധരൻ മേനോന്റെ ബുക്ക് ഹിസ്റ്ററിക്കൊക്കെ, അത് ബുക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിന് ടീച്ചർ ഇടാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഇതേ രീതിയിൽ തന്നെ എന്തും പഠിക്കണം, ഡിഗ്രി ലെവലിലായാലും പഠിക്കണം. അതായത് SCRT NCRT പ്രത്യേക ചില പുസ്തകങ്ങൾ ഉണ്ട്, ഓരോ സബ്ജക്ട് വൈസ് പ്രത്യേക പുസ്തകങ്ങൾ, PYQ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല റാങ്ക് നേടാൻ പറ്റുള്ളൂ. അപ്പോ ഇതിലൊരു ചോദ്യം എന്താണെങ്കിൽ, നല്ല റാങ്ക് ഫെയിൽ ഉണ്ടോ, അല്ലെങ്കിൽ റാങ്ക് ഫെയിൽ മേടിക്കണോ, മേടിച്ചാൽ തന്നെ ഏതാ നല്ലത്? അപ്പൊ ഇവിടെ ഒരു പെയ്ഡ് പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായം, എന്റെ കയ്യിലുള്ള പുസ്തകങ്ങൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയണമെന്നുള്ളൂ. ടാലന്റിന്റെയും ലക്ഷ്യയുടെയും രണ്ടിന്റെയും പുസ്തകങ്ങൾ നല്ലതാണ്. ലക്ഷ്യ കുറച്ചും കൂടി വിശദമായിട്ട്, കുറച്ചും കൂടി ഒരു ഡിഗ്രി ലെവൽ ലുള്ള കാര്യങ്ങളൊക്കെയാണ് LDC ബുക്കിൽ വരെ കൊടുത്തേക്കണം. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
ടാലന്റ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പഠിക്കാൻ എളുപ്പത്തിലുള്ള രീതിയിലാണ് ടാലന്റിൽ കൊടുത്തത്. ടാലന്റ് ലക്ഷ്യമൊക്കെ നല്ല പുസ്തകങ്ങളാണ്. അത് എന്റെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായമാണ്. ഞാൻ പിന്നെയും പറയാണ്, പെയ്ഡ് പ്രൊമോഷൻ അല്ല. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയണ പോലെ ടാലന്റ് വാങ്ങണമെന്നോ ലക്ഷ്യം വാങ്ങണമെന്നൊന്നും ഞാൻ നിങ്ങളോട് പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വാങ്ങും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? തെറ്റു കുറവുള്ള റാങ്ക് ഫയലുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ ഒരു റാങ്ക് ഫെയിൽ വാങ്ങണത് നല്ലതാണ്, നമ്മുടെ റെഫറൻസിന് വേണ്ടിയിട്ട്, ഇൻഡെക്സ് ആൻഡ് റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. ഒരിക്കലും ഒരു റാങ്ക് ഫെയിലിനെ മാത്രം ആശ്രയിച്ച് നിങ്ങൾ പരീക്ഷ എഴുതാൻ പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ. നല്ല ക്ലാസ്സുകൾ കേൾക്കണ ഇഫക്റ്റ് ഒരിക്കലും ഒരു റാങ്ക് ഫെയിലിന് കിട്ടില്ല മക്കളെ. അത് നല്ല ഓൺലൈൻ ക്ലാസ് ആയാലും ഓഫ്ലൈൻ ക്ലാസ് ആയാലും. ഇപ്പൊ നമ്മൾ പണ്ട് പറയും ഓൺലൈൻ ക്ലാസ് അത്ര നല്ലതല്ല, ഓഫ്ലൈൻ ആണ്. പക്ഷെ അത് വെറുതെയാണ്. ഓഫ്ലൈൻ പോലെ തന്നെ അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള നല്ല ഓൺലൈൻ ക്ലാസ്സുകൾ, ധാരാളം ക്ലാസ്സുകൾ, നല്ല ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ട്. അപ്പൊ അത്തരം ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ആ അറിവ്, അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല. പക്ഷെ പല ആൾക്കാർക്കും ജോലിക്ക് പോകുന്നവരുണ്ടാവും, സമയക്കുറവുകൾ ഉണ്ടാവും, എല്ലാ ടോപ്പിക്കുകളും കൃത്യമായിട്ട് ക്ലാസ് കേട്ട്, ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ ക്ലാസ് കേട്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ടാവും. അത്തരം ആൾക്കാർക്കൊക്കെ ഏതെങ്കിലും ഒരു റാങ്ക് ഫയലിൽ ചൂസ് ചെയ്യാന്നാണ് ഞാൻ പറയണത്. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, ഞാൻ പറഞ്ഞു, തെറ്റുകൾ പരമാവധി കുറവുള്ള, പലരും അഭിപ്രായപ്പെടുന്ന നല്ല നല്ല റാങ്ക് ഫയലുകൾ നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരു റാങ്ക് ഫയൽ പഠിച്ച ഒരു ജോലി നമുക്ക് കിട്ടി, അല്ല അയ്യോ സോറി, ഒരു പരീക്ഷ നമ്മൾ എഴുതി, ഒരു റാങ്ക് ഫയൽ പഠിച്ച്. അപ്പൊ റാങ്ക് ഫയൽ പഠിച്ച് പരീക്ഷ എഴുതി. ആ പരീക്ഷയിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ ആൻസർ നമ്മുടെ റാങ്ക് ഫയലിൽ തെറ്റായിരുന്നു. അപ്പൊ നമുക്ക് PSCയോട് പറയാൻ പറ്റും, ഞാൻ ഈ റാങ്ക് ഫയലാണ് ഉള്ള ഈ ക്വസ്റ്റിനാ പഠിച്ചത്, അപ്പൊ അതില് ഇത് ശരിയായിട്ടാണല്ലോ കാണുന്നത്. അവിടെ അതൊരു എന്താണ്, പ്രൂഫായിട്ട് PSC എടുക്കില്ല. PSC എന്താണ്, പ്രൂഫ് ഓഫ് സബ്മിഷൻ ആയിട്ട് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റിയ CRT ആൻഡ് CRT പാഠഭാഗങ്ങളുടെ ഒക്കെ പ്രൂഫാണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അത്തരം നമ്മൾ റാങ്ക് ഫയലുകൾ തെറ്റുകൾ കുറവുള്ളത് പരമാവധി സെലക്ട് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ റാങ്ക് ഫയലുകൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ലക്ഷ്യയുടെയും ടാലന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ പുതിയ പുതിയ എന്താ പറയാ, നിയമങ്ങൾ കുറെ വന്നിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ കേരള അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ CRT പാഠഭാഗങ്ങളിൽ കുറവാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോഴും ഞാൻ പറയും, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ആ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുന്നതിനോടൊപ്പം അതിനേക്കാൾ കൂടുതൽ അതുമായിട്ട് റിലേറ്റഡ്, ഇപ്പൊ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, അല്ലെങ്കിൽ വുമൻസ് കമ്മീഷൻ, അങ്ങനെയൊക്കെയുള്ള കമ്മീഷനുകൾ എന്തിനാണ്, അതിനെ കുറിച്ച് നമ്മൾ ഗൂഗിൾ ചെയ്ത് കൊടുത്താൽ ഗൂഗിളിൽ നേരിട്ട് നമുക്ക് ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോവാം. ഒഫീഷ്യൽ സൈറ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, റാങ്ക് ഫയലും കൂടെ നോക്കുക, നമ്മൾ നോട്ടൊക്കെ തയ്യാറാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതാണ് നമ്മൾ എന്താ പറയുന്നത്, ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇപ്പൊ റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ, ഇപ്പൊ ചിലതൊക്കെ നമ്മൾ കാണുമ്പോഴേ വെറുതെ ആവശ്യമില്ലാണ്ട് കുറെ കാര്യങ്ങൾ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് എടുക്കാന്ന് വിചാരിക്കും ഒരു റാങ്ക് ഫയലില്. വെറുതെ പേജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഫാക്ട്സ് ഇങ്ങനെ കുറെ കുത്തിക്കയറ്റിയിട്ടുണ്ടായിരിക്കും. അതായത് 3000 പേജും 4000 പേജും റാങ്ക് ഫയൽ, ഒരു 5-6 റാങ്ക് ഫയലുകളായിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, അല്ലെങ്കിൽ വോളിയം 1, വോളിയം 2 എന്നൊക്കെ ആക്കാൻ വേണ്ടി അത്രയും പേജ് കയറ്റാൻ വേണ്ടിയിട്ട് തന്നെ ഫാക്ട്സുകൾ ഇങ്ങനെ എന്താ പറയാ കുറെ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഞാൻ കാണുന്നതല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ പറ്റും. അപ്പൊ അത് മുഴുവൻ പഠിക്കുമ്പോ എന്താണെന്നറിയാമോ, നമുക്ക് തന്നെ എന്താ പറയാ ആകെ ഒരു എന്താ പറയാ, പരീക്ഷയോട് ഒരു താല്പര്യമില്ല. ഇത് മുഴുവൻ പഠിച്ചിട്ട് വേണോ ഭഗവാനെ നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത്, എപ്പോഴും ഒരു ക്ലാസ് ആണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ നല്ല ടീച്ചേഴ്സിന്റെ ക്ലാസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് റാങ്ക് ഫയലിനേക്കാൾ ഉപരി നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞു, നല്ല നമ്മുടെ സിലബസിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇൻഡെക്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് റെഫർ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് എപ്പോഴും നമുക്ക് റാങ്ക് ഫയലുകൾ നല്ലതാണ്. അത് ചൂസ് ചെയ്യാം, കുഴപ്പമില്ല. അതും ഞാൻ പറയുന്നു, പിന്നെയും അടിവരയിട്ട്, അതായത് തെറ്റില്ലാത്ത റാങ്ക് ഫയലുകൾ, ടീച്ചേഴ്സ് പറയുന്ന റാങ്ക് ഫയലുകൾ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ റാങ്ക് ഫെയിലിനെ കുറിച്ച്, ഏതൊക്കെ റാങ്ക് ഫെയിൽ, എന്താ പറയുക, റാങ്ക് ഫെയിൽ ഉപയോഗിച്ച കാര്യമുണ്ടോ, റാങ്ക് ഫെയിലോട് ഗുണമുണ്ടോ, റാങ്ക് ഫെയിൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ധാരണയായാലോ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ പറയാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഏതൊക്കെ പുസ്തകങ്ങളാണ് ഇപ്പോ നമുക്ക് LDC അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ഏത് പുസ്തകങ്ങൾ ഉപയോഗിച്ചാലാണ് നമുക്ക് ജോലി കിട്ടുക, ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുക, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ ടീച്ചറുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചൊന്ന് ലൈക്ക്, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.